നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിന്റെ കിരൺ പറഞ്ഞു, അതെ, ഞാൻ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞത് അവളെ സരയുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയെന്നാ, പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും കിരണേട്ടാ, എന്ത് ചെയ്യാനാ? ആ, അവളിപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതിപ്പോ പ്രശ്നമാവൂലോ. അല്ല, ഡോക്ടറോട് സംസാരിച്ചില്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഡോക്ടറോട് സംസാരിച്ചു. ആ, ഡോക്ടർ പറയണേ, ഞങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഗംഗാപ്രസാദിന്റെ കാര്യം അറിയാലോ. അവരാണെങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ചാടിപ്പോയതല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു കലിപ്പിലാണ് പോലീസുകാരും. അപ്പൊ അതുകൊണ്ടാണ് അവരാണെങ്കിൽ പരാതിയൊക്കെ എടുത്ത് അപ്പൊ തന്നെ അവളെ കൊണ്ടുപോയെന്ന് പറയണ്. അല്ല മനോഹരനോ, അവനെന്താണെങ്കിലും പറയാൻ പോകുന്നില്ല. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവള് കൊല്ലാൻ തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ. അല്ല, അവനിപ്പോ എങ്ങനെയുണ്ട്? അവന് ക്രിട്ടിക്കലായിട്ട് തന്നെ ഇങ്ങനെ തുടരുന്നു. പക്ഷേങ്കില് അവന് നല്ല മാറ്റമുണ്ടെന്ന് തന്നെയാ ജയിൽ സൂപ്രണ്ട് ഡോക്ടർമാരും ഒക്കെ പറയണേ. ഏ എന്താ അങ്ങനെ? പണ്ടത്തെ പോലെ അല്ലെന്ന്. അവന് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അവന് നല്ല മാറ്റമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും. അവന്റെ അനുഭവം കൊണ്ട് അവന് ഓരോന്നൊക്കെ പഠിച്ചു കാണുമായിരിക്കും. പക്ഷെ സരുവിന്റെ കാര്യം അറിയാലോ. സരു അവനെ കൊല്ലാൻ വേണ്ടി നടക്കുമല്ലേ? അതെ, എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്ന് ഒരു ഒറ്റ ചിന്ത മാത്രമേ സരുവിന്റെ മനസ്സിലുള്ളൂ. ഇപ്പം നമ്മളിനി എന്ത് ചെയ്യും? അല്ല, ഡോക്ടറെ ഒന്ന് വിളിച്ച് പരാതി പിൻവലിക്കാൻ പറഞ്ഞാൽ ഡോക്ടറൊക്കെ വിളിക്കാം. അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യണം. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. എനിക്കറിയാവുന്ന ഒരു എസ് ഐ ഉള്ളത്. എസ് ഐയോട് എന്ന് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിലോ ഒരുപക്ഷെ സരുവിനെ ഇറക്കിക്കൊണ്ടുവരാം. അല്ല കിരണേട്ടാ, സരുവിനെ ഇറക്കിക്കൊണ്ട് വന്നാലും പ്രശ്നമല്ലേ? അപ്പൊ നീ എന്താ പറയണേ? 2 ദിവസം അവിടെ അവിടെ കിടക്കട്ടെ എന്നാ? അത് ശരിയാകത്തില്ല. കിടന്നാൽ ശരിയാകുമോ? ഒന്നുകൂടെ ഇത് വയലിന്റെ അകത്തല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം. സരു പുറത്തിറങ്ങിയാലും സരു പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ആൾക്കാരെ ആരെയും ഒക്കെ നിയോഗിക്കാം. അപ്പൊ അറിയാലോ അവളുടെ പ്ലാൻ എന്താന്ന്. അതൊക്കെ നടക്കുന്ന കാര്യമാണോ കല്യാണി? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയും ചെയ്തിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കണ്ടില്ലേ, ഇത്ര പ്രൊട്ടക്ഷൻ ഉള്ളിടത്ത് കയറിയിട്ട് അവൾ മനോഹറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഭാഗ്യം കൊണ്ട് ആ മനോഹർ രക്ഷപ്പെട്ടെ. തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലട്ടെ. അത് പറഞ്ഞ് കിരൺ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എസ് ഐയുടെ കാര്യങ്ങൾ പറയണ. സാറേ, അവൾക്കെതിരെ കേസൊന്നും എടുക്കല്ല. അത് കിരൺ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കേസ് എടുത്തിട്ടില്ല. പക്ഷേ അറിയാലോ, ഹോസ്പിറ്റലുകാർക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇത്തിരി പ്രശ്നമുള്ള കുട്ടി അറിയാലോ. ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുതരണം. കാരണം നാളെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും പിടിച്ചു വയ്ക്കേണ്ട കാര്യമല്ലേ? അല്ല സാറേ, ഇനി അവൾക്ക് പ്രശ്നം ഉണ്ടാകുമോ? അല്ല, ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അവളെ ഇറക്കിക്കൊണ്ട് പോയാലും കിരൺ അവൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും കൊടുക്കണം. അവള് നേരത്തെ ഒരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ അവള് ചെറിയ കാര്യമൊന്നുമല്ല ചെയ്യാൻ ശ്രമിച്ചേ, മനോഹറിനെ കൊല്ലാൻ ശ്രമിച്ചതാ. അത് കേട്ടപ്പം കിരൺ പറഞ്ഞ അറിയാം. പക്ഷെ അവനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അവൻ ഭയങ്കര നല്ലവനാന്നാ പറയപ്പെടുന്നേ. സൂപ്രണ്ട് സഹിതം അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, ഒരാൾക്ക് നന്നാവാനായിട്ട് അധിക സമയം വേണ്ടല്ലോ സാറേ. ഒരു പക്ഷെ ഇതിനു മുമ്പ് സരുവിന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയായിരുന്നു. സരയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൊല്ലാൻ വേണ്ടി നടന്ന. പക്ഷെ അവൾക്ക് മാറ്റം ഉണ്ടായില്ലേ? അതുപോലെ തന്നെ എന്നെ ദ്രോഹിച്ച പലരും ഇപ്പം മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു മാറ്റമായിരിക്കും മനോഹറിന് സംഭവിച്ചിരിക്കുന്നത്. ആ സമയം എസ് ഐ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേങ്കിലും ഒരു കാര്യമുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന സരു ഇന്ന് ഇറക്കിക്കൊണ്ട് പോയാൽ നാളെ മിക്കവാറും അവനെ കൊല്ലാനായിട്ട് വീണ്ടും വന്നിരിക്കും. അതൊക്കെ എനിക്കറിയാം സാറേ. അതുകൊണ്ട് അവളെ ഉപദേശിച്ച് നേരെയാക്കാൻ പോകുന്നേക്കാൾ നല്ലത് അവളെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം. വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിരൺ കൊടുക്കണം. ശരി ഡോക്ടർ, അല്ല ശരി സാറേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാന്ന് പറയാം. പിന്നീട് അവിടെ നിന്ന് വനിതാ പോലീസുകാരോട് പറഞ്ഞു, അതെ അവളെ പോയി വിളിച്ചുകൊണ്ടിരാൻ പറയണം. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് കിരൺ പറഞ്ഞു, സാറേ, അല്ല അവനിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അവന് പ്രശ്നങ്ങളൊന്നും ഇല്ല. അവനിപ്പോ ഇച്ചിരി കുഴപ്പമില്ല. കാരണം അറിയാലോ, അല്ലെങ്കിൽ തന്നെ ഗംഗാപ്രസാദ് ചാടിപ്പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പ്രൊട്ടക്ഷനൊക്കെ നല്ല ശക്തമാക്കിയത്. ആ സമയത്താണ് ഇവളിങ്ങനെ കയറി ഒരു പരിപാടിയും കൂടെ ചെയ്തത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾ പോലീസുകാർക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാലെ പോയി തൂങ്ങേണ്ടത് ഞങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കണം. പിന്നെ കിരണിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാ ഇതിങ്ങനെയൊക്കെ ചെയ്തു തരുന്നേ. പോരാത്തന്നെ അവളൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ വിടത്തില്ലായിരുന്നു എന്നൊക്കെ എസ് ഐ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സരുവിനെ അങ്ങോട്ട് വനിതാ പോലീസ് കൊണ്ടുവരുവാണ്. ആ സമയത്ത് സരു ആകെപ്പാടെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും എസ് ഐ പറഞ്ഞത്, ഇവിടെ ഒന്ന് സൈൻ ചെയ്തോളാൻ പറയണം. അതെ, ഈ രജിസ്റ്ററിലൊക്കെ ഒപ്പിടിച്ചിട്ട് എന്നെ വിടാനായിരിക്കും അല്ലേ?
പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഈ രജിസ്റ്ററിൽ ഒപ്പിടില്ലായിരുന്നു. ആണുങ്ങളുടെ സെല്ലിലേക്കാണ് പെണ്ണുങ്ങളെ കൊണ്ട് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയില്ലായിരുന്നു. എന്താണെന്നറിയാവോ, അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ തീർത്തിട്ടോ പോകണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അതില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ രജിസ്റ്റർ സൈൻ ചെയ്യുക. എന്നാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്ന് പറയണം. അവനെ ഞാൻ തീർക്കും. അവൻ്റെ മരണം ഞാൻ ഉറപ്പാക്കും. അപ്പോഴേക്കും എസ് ഐ കിരണോട് ചോദിച്ചു, എന്താ കിരണേത്? കിരൺ ചോദിച്ചു, എന്താ സരു ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ സത്യം പറയുന്നേ. മുമ്പായിരുന്ന സരു കള്ളത്തരം പറയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. സരു സത്യം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്ത് കളയുന്നു. അവനെ കൊന്നു കളയും. ഞാൻ അവനെ ജീവനോടെ വെച്ചേക്കില്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടി ജീവിക്കണമെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കാത്തവനവന്. അപ്പം അവനെ ഞാൻ വെറുതെ വിടണോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയം എസ് ഐ പറഞ്ഞു, എന്തേലും ആട്ടെ സൈൻ ചെയ്യാൻ പറയണം. അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സാറേ പറഞ്ഞു, സാറേ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ? ശരിക്കും പറഞ്ഞാൽ അവനെ കൊല്ലാനായിട്ട് നിങ്ങളൊക്കെ എനിക്ക് കൂട്ടു നിൽക്കുകയോ ചെയ്യണ്ടേ? നീ എന്താ പറഞ്ഞേ? അതെ സാറേ, അവൻ എത്രമാത്രം ഒരു ക്രൂരനാണെന്നറിയാവോ? എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിരിക്കുന്നേ. ഇനി അവൻ പുറത്തിറങ്ങിയാലും ഇത് തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി അവൻ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കും. സാറേ, അങ്ങനെയാണ് അവനെ തല്ലിക്കൊല്ലാനാണ് എന്നോടൊപ്പം നിൽക്കുകയോ നിങ്ങൾ ചെയ്യണ്ടേ? ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, സാറി നീ എന്തൊക്കെയാ പറയണേ? ഞാൻ സത്യമോ കിരണേ പറഞ്ഞേ. എനിക്കും എൻ്റെ മോൾക്കും ജീവിക്കണം എന്നുണ്ട്. ഒരു കാരണവശാലും എൻ്റെ മോൾ അവനെ അച്ഛാന്ന് വിളിക്കാൻ പാടില്ല. അവന് ഇപ്പോൾ ഒരാഗ്രഹമുണ്ട്, എൻ്റെ മോളെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിക്കണമെന്ന്. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഞാൻ ജീവിച്ചിരിപ്പണേ നടക്കില്ല. അതുകൊണ്ട് അവനെ കൊന്നു കളഞ്ഞേക്കാന്ന് വെച്ച് ഞാൻ. അവൻ കാരണം എൻ്റെ ജീവിതം മാത്രമല്ല എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു പോയത്. അപ്പം ഞാൻ പിന്നെ അവനെ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. അവനെ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. ആ സമയത്ത് കിരണിനോട് എസ് ഐ പറഞ്ഞു, അത് കിരണേ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ഓ, സാറ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പം ഞാൻ മെന്റൽ പേഷ്യൻ്റ് ആണല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കും സാറിനെ വിടുന്നതല്ലേ? കൊള്ളാം സാറേ, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ അവനെ കൊല്ലണം എന്നുള്ള എൻ്റെ ഉറച്ച തീരുമാനം, ഇതിനകത്തൊരു മാറ്റമില്ല. പെട്ടെന്ന് തന്നെ കിരൺ എഴുന്നേറ്റ് സരുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് സരുവിനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, നിനക്കിത് എന്തിൻ്റെ കേടാ എൻ്റെ സരു? നീ എന്ത് പരിപാടിയൊക്കെയാ കാണിക്കുന്നത്? നീ എന്തൊക്കെയാ വിളിച്ചു പറയണേ? ഓഹോ, അപ്പം ഞാനെപ്പം കുറ്റക്കാരിയില്ലേ? അല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. പകരം നിനക്ക് അവനെ ഒന്ന് കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഞാനോ? എന്താടാ നിനക്ക് പറ്റില്ലല്ലേ? അല്ലെങ്കിൽ നിനക്കും കല്യാണിക്കും ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള ഇമേജ് ഇല്ലല്ലോ. അത് മാത്രമല്ല ജയിലിൽ പോയി കിടക്കണ്ടേ. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. കാരണം എനിക്ക് അവനെ കൊന്നേ മതിയാവുള്ളൂ. അവൻ പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർക്കും. എൻ്റെ സരു, നീ ഇങ്ങനൊന്നും പറയല്ലേ. ഇപ്പം തന്നെ അറിയാലോ, ആ ഡോക്ടറുടെ എല്ലാവരുടെ കയ്യെ കാലെ പിടിച്ചാൽ നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവന്നേ. അത് കേട്ടപ്പോൾ സരു പറഞ്ഞു, എന്തിനാ പുറത്തു കൊണ്ടുവന്നേ? എന്നെ അകത്ത് തന്നെ കടത്തിയാൽ പോരായിരുന്നോ? ഒരു പക്ഷേ ഞാൻ മുമ്പ് അവിടെ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരു സെല്ലിൽ ഇടുന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്നേനോ. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് അവനെ തീർക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രം. ഇനിയിപ്പം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവനെ തീർക്കുക തന്നെ ചെയ്യും. കിരൺ പറഞ്ഞു, സരി നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവി എന്താവും? ഭാവിയോ? എനിക്കെന്ത് ഭാവി? എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ നേരത്തെ തന്നെ ഏൽപ്പിച്ചേ. പിന്നെ ഒരുത്തനെ കൊന്നിട്ട് എനിക്ക് ജയിലിലേക്ക് പോകണമെന്നുണ്ട്. അത് ഉറപ്പായിട്ട് ഞാൻ നടത്തിയിരിക്കും. അതിൻ്റെ അവസരം എനിക്ക് കൈവന്നേ. ആ അവസരം ഇല്ലാതായി പോയത്. നീയും നിന്റെ ഭാര്യയൊക്കെ കൂടിയിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ജയിലിൽ പോയായിരുന്നല്ലോ അവനെ കാണിക്കാനായിട്ട്. അന്ന് എനിക്ക് ഒട്ടും സഹിച്ചില്ല. എനിക്ക് എത്രമാത്രം ടെൻഷനായെന്ന് അറിയാവോ? പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ. എൻ്റെ കുഞ്ഞിന് അവനെപ്പോലൊരു അച്ഛൻ വേണ്ട. ഒരിക്കലും എൻ്റെ മോൾ അവനെ അച്ഛാന്നും വിളിക്കുകയും ചെയ്യണ്ട. അവനിനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാളും വലിയ ഫ്രോഡ് തരമായിരിക്കും കാണിക്കാൻ പോകുന്നത്. എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, ദേ നീ വെറുതെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ. ഓ, അപ്പം ഞാനാണ് പ്രശ്നക്കാരിയില്ലേ? എനിക്കറിയാം നിന്റെയൊക്കെ മനസ്സിൽ ഒരു ഇതുണ്ട്, എനിക്ക് ഭ്രാന്താന്നുള്ളേ. എടാ, ഇത് ഭ്രാന്ത് വർത്താനം പറയുന്നൊന്നും അല്ല. ഇത് ശരിക്കും ബോധത്തോട് തന്നെ പറയണതാ. എനിക്ക് അവനെ കൊന്നേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രം എനിക്ക് സമാധാനത്തോടു കൂടി ഒരു ദിവസം കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർത്തവനെ ഓർത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് നരകിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കിരണം മനസ്സിലായി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഒടുവിൽ കിരൺ പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് കയറ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ സരുവിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം സരു കൺമണി മോളും കൂടെ വരുമ്പോഴത്തേനും ശരി പറഞ്ഞു, ആ വന്നോ? എവിടെയൊക്കെ പോയി രണ്ടുപേരും കൂടെ? കുറേ സ്ഥലത്ത് പോയി കാണുമല്ലേ? അതെ, ഞാൻ ഇവളെയൊക്കെ ചുമ്മാ പുറത്തേക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയത് ആൻറ്റി എന്ന് പറയണം. അല്ല, ഇതെന്താ? ഇത് മോൾക്കുള്ള കുറച്ച് ഉടുപ്പൊക്കെയാ. ഇതെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പം തന്നെ ഇവൾക്ക് കുറച്ചുണ്ട്. അതല്ലെന്നേ, ഇരിക്കട്ടെ, കുഞ്ഞുങ്ങളല്ലേ, ഈ സമയത്തല്ലേ ഇടേണ്ട, പ്രായത്തിലല്ലേ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അല്ല അമ്മ എന്തേന്ന് ചോദിക്കണം. മുകളിലുണ്ട്. ഇവളെ കാണാത്തോണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എപ്പോഴും രൂപയും ചന്ദ്രസേനയൊക്കെ അല്ലേ നോക്കുന്നേ. അതുകൊണ്ട് ഇത്തിരി സമയം കുഞ്ഞിനെ കാണാൻ നിന്നപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായി. അപ്പം അതുകൊണ്ട് മുറിയിലുണ്ട്. ശരി, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശാരി കുഞ്ഞിനെ കുഞ്ചിക്കുവാണ്.
ശാരിയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സരയുവിനെ ഓർത്ത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് കല്യാണി നേരെ രൂപയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് രൂപ വെച്ച് എന്തായ കാര്യങ്ങളൊക്കെ. അമ്മേ, ഞാൻ അവളെയും കൊണ്ട് പോയെങ്കിലും മനോഹറിനെ കാണിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. അതെന്താ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സരിയു ഇങ്ങോട്ടേക്ക് വന്നേ. സരിയു വേഷം മാറിയാ വന്നേ. പക്ഷേ സരിയുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവള് മനോഹറിനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് വന്നേ. അങ്ങനെ മനോഹറിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ടാ മനോഹർ രക്ഷപ്പെട്ടേന്ന് പറയണ്. ദൈവമേ, ഇനിയിപ്പോ എന്താ? അവള് പോലീസ് സ്റ്റേഷനിലാ. അവളെ ഇറക്കാൻ വേണ്ടി കിരണേട്ടൻ പോയിട്ടുണ്ടെന്ന് പറയണ്. ഇപ്പോഴേക്ക് ഇത് എന്തു പറ്റി? അതെ, പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അവൾക്കാണെങ്കിൽ അവനെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ കാരണമാണ് അവളുടെ ജീവിതം നശിച്ചതെന്ന് പറഞ്ഞോണ്ടാ. പിന്നെ ഇതിനു മുമ്പ് അവൾ ചെയ്തുകൊണ്ടിരുന്ന എന്താ? അവൾ ഇതിനേക്കാളും വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തതല്ലേ. പക്ഷെ ഇപ്പൊ അവൾക്ക് മാറ്റം ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് മനോഹറിനോട് ക്ഷമിക്കാൻ പറ്റാത്ത. ഈ സമയം രൂപ പറഞ്ഞു, ഇനിയിപ്പം ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിലും അവനത് അർഹിക്കുന്നില്ല. അവനെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മേ, നമുക്ക് ഒരു കുറ്റബോധം തോന്നും. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് കാണിക്കാന്ന് വെച്ചേ. പക്ഷെ സരയുവിന്റെ സ്വഭാവം അറിയാലോ. സരയുവിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രൂപ പറഞ്ഞു, കുഞ്ഞുനാളിലെ മുതൽ അവൾ അങ്ങനെയാ. അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭ്രാന്താന്ന് പറയണേ. ഇപ്പൊ പിന്നെ അത് കൂടുകയും ചെയ്തു. കല്യാണി പറഞ്ഞു, കിരണേട്ടൻ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. എന്താവെന്ന് അറിയത്തില്ല. വന്നാലും ചിലപ്പം ഇനി അവനെ കൊല്ലാനായിട്ട് പോകും. കാരണം കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പൊ അവൾക്ക് ടെൻഷൻ ഇല്ല. കുഞ്ഞ് അച്ഛനോടും അമ്മയോടും പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് സമാധാനമുണ്ട്. പക്ഷേങ്കില് അവനെ കൊന്നു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനം വരുള്ളൂ. ആ ഒരു ഭ്രാന്തമായ ആവേശത്തിൽ അവൾ നടക്കണേന്നൊക്കെ രൂപയോട് പറഞ്ഞു. രൂപ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നോക്കാന്നൊക്കെ കല്യാണിയും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണി കമ്പനിയിലേക്ക് വന്നു. അപ്പോഴേക്ക് ഹരിസാർ പറഞ്ഞു, അതെ, ഒന്ന് രണ്ട് സൈറ്റിലൊക്കെ പോകണമെന്ന് പറയണം. അപ്പോൾ കല്യാണി പറഞ്ഞു, ഏയ് ഇന്ന് വേണ്ട ഹരിസാറെ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരു മൂടില്ല എന്ന് പറയാം. അതെന്താ? സരുവിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതൊക്കെ തന്നെ കാരണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണ. കിരണേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കിരണും സരയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. സരയെ കണ്ടപടിയെ തന്നെ കല്യാണി വെച്ചു, എന്തൊക്കെ സരയു കേൾക്കണേ? നിനക്കിത് എന്താ? അത് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ആ സമയം സരയു പറഞ്ഞു, എനിക്ക് അവനെ കൊല്ലണമായിരുന്നു. അവനെ പോലുള്ള ഒരുത്തനെ എന്റെ മകൾക്ക് അച്ഛനായിട്ട് വേണ്ടാന്ന് പറയണ. ആ സമയം ഹരിസാർ പറഞ്ഞു, ഇതൊരു രണ്ടാം ജന്മമായിട്ട് കൂട്ടിയാ പോരെ. വെറുതെ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇനി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരുത്തി തേക്കുന്നേ? രണ്ടാം ജന്മം. അവൻ എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചേരാം. നാളെ ഒരു പക്ഷേങ്കിൽ അവൻ മരിച്ചില്ലെങ്കിൽ മോളുടെ അച്ഛനാന്ന് പറഞ്ഞ് അവൻ വരും. അങ്ങനെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നീട് കല്യാണിയോട് പറഞ്ഞു, ഞാൻ അവന്റെ പിന്നാലെ നടക്കാതിരിക്കാം. നിങ്ങൾ അവനെ തീർക്കണം. അവനെ തീർത്ത് തരുവാണെങ്കിൽ എനിക്ക് സന്തോഷമാവെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞ, സരയു പറ്റില്ലല്ലേ? നിനക്കാർക്കും പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താളും അവനെ തീർത്തിട്ടോ എനിക്കൊരു വിശ്രമം ഉള്ളെന്ന് പറഞ്ഞ് സരയും കൂടെ കയറിപ്പോയി. ഈ സമയം ഹരിസാറ് പറഞ്ഞു, സരയുവിന് ഇത് എന്ത് പറ്റി? കിരൺ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ വെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു. അവളുടെ രോഗം ഭേദമായെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിൽ ഇതുണ്ട്. അതുകൊണ്ട് അവളെ ചികിത്സിക്കണമെന്നാണ് SI പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. അതെ, എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഇനി ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകും. ഒരുപക്ഷെ മനോഹറിന് ഇപ്പം നല്ല മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെയാണെന്ന് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷേങ്കിൽ സരയു എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അമ്മയില്ലാതെ പോകത്തില്ലേ? അവൾക്കിപ്പം നല്ല മാറ്റമുള്ള സമയമായിരുന്നു. വീണ്ടും അവളൊരു കൊലപാതകയാകാന്ന് പറഞ്ഞാൽ കല്യാണി പറഞ്ഞു, അതൊന്നും ഒരിക്കലും ശരിയാവത്തില്ല. ഒരു കാരണവശാലും അങ്ങനെ നടക്കാനും പാടില്ല കിരണേട്ടാ. നമുക്ക് അവളെ രക്ഷിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.